ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മുട്ട കൊണ്ടൊരു സ്പെഷ്യൽ ഓംലെറ്റ് ആട്ടോ ഉണ്ടാക്കുന്നത്. ഞാനല്ല ഉണ്ടാക്കുന്നത്. ദേന ഇവളാണ് ഇന്നത്തെ ഷെഫ് കേട്ടോ. ദേന ഫ്രിഡ്ജിൽ സവാളയൊക്കെ ഇരുന്ന് മുളച്ചു, അതാണ് എന്നോട് അടുത്ത് കാണിക്കുന്നത്. കുക്കിംഗ് ഒക്കെ ഭയങ്കര കുറവായതുകൊണ്ടിട്ട് സവാളയൊക്കെ മുള വന്നു കേട്ടോ. നമുക്ക് സാധാരണ ഓംലെറ്റിന് വേണ്ട സവാള അല്ലെങ്കിൽ ഉള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേന നമുക്ക് മെയിൻ വേണ്ടത് 2 വഴുതനങ്ങയാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയായി തുടച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. നമുക്കിത് ചെയ്യണ സമയത്ത് ആരോടെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ കുറേം കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള പണികളൊക്കെ തീർക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഞാനിങ്ങനെ തന്നെയാണ് എല്ലാവരോടും നല്ല മെയിനായിട്ട് ഹസ്ബൻഡിനോട് അടിയൊക്കെ ഉണ്ടാക്കി നിൽക്കുന്ന സമയമെന്നുണ്ടെങ്കിൽ പാത്രം കഴുകൽ, അതുപോലെ തുണി അലക്കുന്നതെല്ലാം സ്പീഡാവും കേട്ടോ എനിക്ക് നന്നായിട്ട്. അതിന് ശേഷം നന്നായിട്ട് ഓയിൽ നമ്മൾ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ഗ്യാസിൽ ഒന്ന് ചുട്ടെടുക്കണം. ചുട്ടല്ല, ഒരു ബോയിൽ ചെയ്തെടുക്കുന്ന രീതിയിലൊന്ന് ആക്കി എടുക്കണം കേട്ടോ. ഇതിൻ്റെ സ്കിന്ന് നമുക്ക് പീൽ ചെയ്തെടുത്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഹാഫ് ബോയിൽ നമുക്ക് ആക്കി എടുക്കണം. അതിനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് 2 ഗ്യാസിലും 2 വഴുതനങ്ങ വെച്ച് നമ്മൾ അത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അവളുടെ കൈയൊക്കെ കുറച്ച് പൊള്ളുന്നുണ്ട്. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടിട്ട് അധികം എക്സ്പ്രഷനൊന്നും ആൾ ഫേസിൽ കാണിക്കുന്നില്ല. ഇത് കുറച്ച് ടഫാണ് കേട്ടോ. എങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്താലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ഓംലെറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നന്നായിട്ട് അത് ഒന്ന് ചുട്ടെടുക്കാം. ഇത് സത്യത്തിൽ ഒരു ഫിലിപ്പീൻസിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിച്ച സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയ ഒരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ ഞാൻ കരുതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്ത് കളയാം. നമ്മളിത് രാത്രിയായിട്ട് വീഡിയോ എടുക്കുന്നത്. ഏകദേശം 12:30 1 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അതിന് ശേഷം സ്കിന്നൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു കയ്യിൽ ഉപയോഗിച്ച് നമുക്കിത് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് സാധാരണ വഴുതനങ്ങ കഴിക്കാൻ മടിയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കണേ. ഇങ്ങനെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഈ ഉടക്കണ സമയത്ത് ഇതിൻ്റെ തണ്ടിൽ നിന്നിട്ട് അത് വിട്ടു പോകരുത് കേട്ടോ. നമുക്ക് ആ തണ്ട് മെയിൻ വേണ്ടതാണ്. അടുത്തതും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ചൂടോടെ തന്നെയാണ് ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അത് വിട്ടുപോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ രണ്ടാമത് ചെയ്ത സമയത്ത് അതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ വിട്ടു പോകുന്നായിരുന്നു. എന്നാലും കുഴപ്പമില്ല. നമ്മളിത് മുട്ടയിൽ മിക്സ് ചെയ്ത് ഓംലെറ്റ് ആക്കുന്ന സമയത്ത് കുഴപ്പമുണ്ടാവില്ല. അതിനുശേഷം നമ്മൾ ഒരു വഴുതനങ്ങയ്ക്ക് 2 മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വേറെ ഫുഡൊന്നും കഴിക്കുന്നില്ല. ഇത് തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ടിട്ട് ഒരാൾക്ക് 2 മുട്ട വെച്ച് അങ്ങ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഓംലെറ്റിൽ എന്തൊക്കെയാണോ ആഡ് ചെയ്യുന്നത് അത് തന്നെ ഇട്ട് കൊടുക്കാം. സവോളയോ ഉള്ളിയോ എന്താണ് നമ്മളുടെ ഇഷ്ടം. പിന്നെ പച്ചമുളക്, കുരുമുളക് പൊടി, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. നമ്മൾ വീഡിയോയിൽ കുറച്ച് കളർഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കുറച്ച് കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യണത്. സാധാരണ എനിക്ക് പച്ചമുളകും ഒന്നും ഇടണത് ഇഷ്ടമല്ല കേട്ടോ. ഓംലെറ്റ് ചെയ്യണ സമയത്ത് ഞാൻ കുറച്ച് സവാള അല്ലെങ്കിൽ ഉള്ളി ഇടും. പിന്നെ ഉപ്പ് ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങ് വറുത്തെടുക്കുകയാണ് ചെയ്യണത്. ഇതിന് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കളർഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾക്ക് ഇവിടെ ഇങ്ങനൊരു ബോട്ടിലാണ് കേട്ടോ ഉപ്പ് മേടിക്കാൻ കിട്ടുന്നത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയുന്നതെന്നുള്ളൂ കേട്ടോ, ജസ്റ്റ് ഒന്ന്. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കളർഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ട്. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വഴുതനങ്ങ, ഇത് എനിക്കുള്ള ഓംലെറ്റ് ആണ് കേട്ടോ, അതാണ് നിങ്ങൾ ഈ മുളക് പൊടിയൊന്നും കാണാത്തത്. ഇനി നിങ്ങൾ ചോദിക്കരുത് ആദ്യം വീഡിയോയിൽ കാണിച്ച സമയത്ത് മുളക് പൊടി ഉണ്ടായല്ലോ എന്ന്. അത് അവൾക്കുള്ളതാ, ഇത് എനിക്കുള്ളതാണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് തണ്ട് വിട്ടു പോകാതെ നോക്കണമെന്ന്. നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. അതിനുശേഷം സാധാരണ നമ്മൾ ഓംലെറ്റ് ചെയ്യണ പോലെ തന്നെ ചട്ടി വെച്ചിട്ട് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മളുടെ കോമൺ കിച്ചൺ ആണ് കേട്ടോ. ഇവിടെ ഒരു 9 പേരോളം ഉണ്ട്, ഓരോരോ റൂമിലായിട്ട് ആളുകൾ. എല്ലാവരും ഇവിടെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് കുക്ക് ചെയ്ത് ഇവിടെ നിന്ന് മാറി കൊടുക്കണം. കാരണം എല്ലാവരും വർക്ക് കഴിഞ്ഞ് വരുന്ന സമയമൊക്കെയാണിത്. അതിനുശേഷം തേനാ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് ലോ ഫ്ലെയിം ആണ് കേട്ടോ. നമ്മളിത് ഒഴിച്ചതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അതിനുശേഷം ഈ മറിച്ചിടുന്നത് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയമാകുമ്പം പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും പാളിച്ചകളൊക്കെ പറ്റും. എന്നാലും കുഴപ്പമില്ല, അവൾ മറിച്ചിട്ടു. നന്നായിട്ട് രണ്ട് വശവും നന്നായിട്ട്, ഒത്തിരി അങ്ങ് മുരിയേണ്ട ആവശ്യമില്ല. സാധാരണ ഓംലെറ്റിൻ്റെ ആ ഒരു പരുവത്തിൽ അങ്ങ് എടുത്താൽ മതി. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഒരാൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് തന്നെ മതി നമുക്ക്. പ്രത്യേകിച്ച് നൈറ്റ് ടൈം അല്ലേ, നമ്മൾ വേറെ ഒന്നും നമ്മൾ ഇതിലൂടെ കഴിക്കുന്നില്ല. ആകെ ഇത് മാത്രമേ കഴിക്കണുള്ളൂ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഞങ്ങൾ കഴിച്ചു തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റ്. പിന്നെ ഉപ്പ് നമ്മൾ സാധാരണ ഇടുന്നതിലും ഒരിത്തിരി കൂടുതൽ ഇടണം, കാരണം വഴുതനങ്ങയിലും പിടിക്കണമല്ലോ. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ. അപ്പം ഇന്നെൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാം കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഒത്തിരി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയും ടാറ്റാ ബൈ ബൈ. കഴിഞ്ഞിട്ടില്ല കേട്ടോ പണി, എനിക്കിതേ പാത്രം കഴുകലൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രം കഴുകട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.